ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഇനി വരാൻ പോകുന്നൊരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് വേറൊന്നുമല്ല, അലോകിന്റെ പെണ്ണ് വീട്ടുകാര് വീട് കാണാൻ വേണ്ടി അലോകിന്റെ കൃഷ്ണമംഗലത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അവർക്കറിയില്ലല്ലോ, അവര് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ദേവമംഗലത്തിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ദേവി നോക്കുമ്പോഴേക്കും ആദ്യം വിചാരിക്കും ദേവമംഗലത്തേക്കുള്ള ഗസ്റ്റ് ആണെന്ന്. ആഹാ, വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ, ആരാണാവോ എന്നൊക്കെ ദേവി ഇങ്ങനെ മനസ്സ് വെച്ച് എത്തി നോക്കുമ്പോഴേക്കും അവരവിടെ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം അവര് പോണത് നേരെ കൃഷ്ണമംഗലത്തിലേക്കാണ്. അങ്ങനെ ദേവി വിചാരിക്കണം, ആഹാ കൊള്ളാലോ, കൃഷ്ണമംഗലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ അവര് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കണത്, കൊള്ളാം. അവരിങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാലച്ചൻ ഇങ്ങനെ സ്കൂട്ടി എടുത്തോണ്ട് പോകും, ഇത് ശരിയാവില്ല, അവരും കൂടെ തിരിച്ചു വരട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി അവിടെ നിൽക്കുവാട്ടോ. അങ്ങനെ കൃഷ്ണമംഗലത്ത് വന്ന അലോകിന്റെ പെണ്ണു വീട്ടുകാർക്ക് ആ വീടും പരിസരവും ഒക്കെ ഒത്തിരി ഇഷ്ടമായിട്ടോ. അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയായിരിക്കും അവിടെ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്താണ് ദേവി അങ്ങോട്ടൊക്കെ കുതിച്ചു വരുന്നത്. അതെ, നിങ്ങൾ ആരാ, എന്തിനാ ഞങ്ങളുടെ മുറ്റത്ത് വണ്ടി പാർക്ക് ചെയ്തതെന്ന് ചോദിക്കാണ്. അയ്യോ മോളെ ക്ഷമിക്കണം, ഞങ്ങൾ അത് ശ്രദ്ധിച്ചില്ല എന്ന് അലോകിന്റെ പെൺവീട്ടുകാർ മാന്യമായിട്ട് പറയുന്നുണ്ട്. ദേവി പറയണ്ട, ആഹാ അത് കൊള്ളാലോ, നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല, ഇവിടെ ഒരു വീട് നിങ്ങൾ കണ്ടില്ലേ, ഈ സ്കൂട്ടി എങ്ങനെ ഇവിടുന്ന് എടുക്കും എന്നൊക്കെ പറയണം. പെട്ടെന്ന് തന്നെ അലോക് വേഗം തന്നെ ദേവിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ദേവിയെടുത്തി നോക്ക്, ഇത് എന്നെ കല്യാണം കഴിക്കാൻ പെണ്ണിന്റെ വീട്ടുകാരാ, പതുക്കെ സംസാരിക്കണം എന്ന് പറയാണ്. ആഹാ കൊള്ളാലോടെ, നീ ചെവി വന്നിട്ട് ഇവൻ പറയാ പതുക്കെ ശബ്ദം കൊടുത്ത് സംസാരിക്കാൻ, ഇത് പറയാൻ ഇവൻ ആരാ, ദേ നിങ്ങളൊരു കാര്യം നമ്മുടെ അച്യുതൻ പറയണ്ടത്, നോക്ക് ലോക്കൽസിനായിട്ട് സംസാരിക്കണത് പറയണം. ആഹാ ആരാ ലോക്കൽസ് എന്ന് ദേവി ചോദിക്കേണ്ടത്, നിങ്ങളൊരു കാര്യം ചെയ്യ്, പെൺവീട്ടുകാരെന്നല്ലേ പറഞ്ഞു, നിങ്ങൾ ഇവിടെ അകത്ത് വന്നിരിക്കെ, ഞാൻ ഇവരെ കുറിച്ച് കുറെ കഥകൾ പറഞ്ഞുതരാം എന്ന് പറയാണ്. അലോക് പറയണ്ടത് മര്യാദക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോ, എടാ നീ ഇവിടെ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേടാ, അപ്പോഴേക്കും നിങ്ങളെ സ്വർണ്ണക്കള്ളന്മാരാ എന്ന് അലോക് പറയുമ്പോ, ആരാടാ സ്വർണം കട്ടത്, ആരാടാ ഇവിടുത്തെ സ്വർണം കണ്ടോട്ട് പോയത്, നിങ്ങളല്ലേടാ എന്നൊക്കെ പറഞ്ഞു. പിന്നെ സ്വർണത്തിന്റെ കഥ പറഞ്ഞ അടിയും വഴക്കൊക്കെ, അടിയല്ല വഴക്കും കാര്യങ്ങളൊക്കെ ആവണം. അപ്പൊ അത് കേട്ട് ബാലം വരുന്നുണ്ട്. ബാലം വരുമ്പോഴേക്കും നമ്മുടെ ദേവി പറയണ്ട, കണ്ടില്ലേ ബാലച്ച, ഇവര് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്, ബാലച്ചൻ ഇങ്ങനെ വണ്ടി എടുത്തോണ്ട് പോകും, ബാലച്ച ഞാൻ ഈ വടി എടുത്തിട്ടേ കുത്തി പൊട്ടിക്കട്ടെ അവരുടെ വണ്ടി എന്ന് പറയാം. വേണ്ട മോളെ, അങ്ങനൊന്നും ചെയ്യണ്ട, എടാ അച്യുതാ, എടാ അലോകെ നോക്കിക്കോ, നിങ്ങൾ എന്തിനു പ്രശ്നം ഉണ്ടാക്കിയാണല്ലോ, വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ട, എന്താ ദേവി മോളെ അല്ല, ഈ വീട്ടിൽ ആരെന്തു പറഞ്ഞാലും ഞാൻ അടങ്ങിയിരിക്കില്ലടാ എന്നൊക്കെ പറയാണ്. ആ കാണാം. അപ്പോഴേക്കും പെൺവീട്ടുകാർ പറയുന്നുണ്ട്, അതെ ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം, വീട്ടിൽ പോയിട്ട് ആലോചിച്ചിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവര് മനസ്സ് മാറിയ രീതിയിൽ അവിടെ വണ്ടി എടുത്തോണ്ട് പോകുക കേട്ടോ. അപ്പൊ ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേവി അടുത്ത് പറയണ്ട, ദേവി നോക്ക്, നിങ്ങൾ ഇവിടെ വന്ന് കയറിയ പെണ്ണുങ്ങളാണ്, നിങ്ങൾ ദേവമംഗലത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, കൃഷ്ണമംഗലത്തെ കാര്യങ്ങൾ ഈ വീട്ടിലെ ബാക്കിയുള്ളവർ നോക്കിക്കോളും. അപ്പോഴേക്കും ദേവി പറയണ്ട, അത് കൊള്ളാലോ ആനന്ദേട്ട, എന്ത് ഭർത്താൻ ആനന്ദേട്ടനി പറയണത്, വന്ന് കയറിയ പെണ്ണുങ്ങൾക്ക് എന്താ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചൂടെ, ഇതൊന്നും ശരിയല്ല ആനന്ദേട്ട, നോക്ക് അവരാ തെറ്റ് ചെയ്തത്, അപ്പൊ അതുകൊണ്ട് അവര് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കിയിട്ടില്ലേ, അതുകൊണ്ട് അവര് മനഃപൂർവ്വം വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, അതിന് ആലോക ചെവി വന്ന് പറയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ എന്ന്. ഇപ്പൊ ആനന്ദേട്ടൻ അങ്ങനെ തന്നെ പറഞ്ഞേക്കുക, എന്താണ് എന്നിട്ടാ നിങ്ങൾക്ക്, ഞാൻ പ്രശ്നം ഉണ്ടാക്കാനാണ്, പ്രശ്നം പരിഹരിക്കാനല്ല പോയത്. ദേവി ഞാൻ പറഞ്ഞ കേക്ക്, നീ നല്ല ശാന്ത സ്വഭാവമായിട്ട് നല്ല വിനീത കുലീതയായിട്ടിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, എന്റെ ദേവി അങ്ങനെ ആയാ മതി. ഞാൻ ശ്രമിക്കാം എന്നൊക്കെ ദേവി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗമാണ് ഇത് കാണിച്ചേട്ടോ. എന്തായാലും അലോകിന്റെ വിവാഹം മുടങ്ങുന്നുണ്ട്, അത് 100% ഉറപ്പാണ്. ഈ വിവാഹം അലോകിന്റെ നടക്കില്ല, അതിനുള്ള ദേഷ്യം അലോകിന് നന്നായിട്ടുണ്ട് കേട്ടോ. ചിലപ്പോ ഈ ദേഷ്യത്തിന് പുറത്തായിരിക്കും അലോക് ചിലപ്പോ അനുവിനെ വലവിരിക്കാൻ വേണ്ടി നോക്കണത്. തമിഴിൽ അങ്ങനെയാണ് കേട്ടോ, അനുവിനെ അത് സിൻസിയറായിട്ട് തന്നെ സ്നേഹിക്കണം കേട്ടോ. ആദ്യം തമാശക്കാണ് രീതിയിൽ സ്നേഹിച്ചിട്ട് അലോകിന് ഭയങ്കര ഇഷ്ടോട്ടോ, അനു ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വരും. അനുക്ക് അങ്ങനെ തന്നെയാണ്. അങ്ങനെ അനുവും അലോകും കൂടി ഭയങ്കര പ്രണയത്തിലാവുമ്പോഴേക്കും അത് പിന്നെ ആകാശും ആര്യനൊക്കെ കാണുന്നുണ്ട്, ഇവര് സിനിമക്ക് പോണതും പാർക്കിൽ പോണതും ബീച്ചിൽ പോണതൊക്കെ ഇവരെ കാണുന്നുണ്ട്. അങ്ങനെയാണ് അലോകായിട്ട് പ്രണയത്തിലാണെന്ന് വീട്ടിലെല്ലാരും അറിയണത്. അപ്പൊ ബാലൻ പറയുന്നുണ്ട്, നീ അങ്ങനെ എന്തിനു തെറ്റ് ചെയ്താ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ലെന്ന് പറയണം. അതിന്റെ പുറത്ത് അനു ആ ഒരു ഉറച്ച തീരുമാനം എടുക്കാണ്, ഇല്ല ഞാൻ ഒരിക്കലും ഇനി അലോകിനെ കാണാനോ മിണ്ടാനോ ശ്രമിക്കില്ല, ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയില്ല, നിങ്ങൾ ആലോചിക്കുന്ന ആരെയാണെങ്കിലും ഞാൻ അവരെ കല്യാണം കഴിച്ചോളാം എന്ന് അനു ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ ഇവിടെ ബന്ധത്തിൽ തന്നെ ഒരു പയ്യനായിട്ട് ഇവിടെ കല്യാണം ഉറപ്പിക്കുകയാണ്. ഉറപ്പിച്ചത് നമ്മുടെ അനുവിനെ പുറത്തൊന്നും ഇവർ വിടുന്നില്ല കേട്ടോ. വിടാതിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അലോക് എന്താ വെച്ചാൽ ഇവർക്ക് അമ്പലത്തിൽ ഒരു വിസിറ്റ് ഉണ്ടാവും. അപ്പൊ ഇവരുടെ അത് തറവാടോ അങ്ങനത്തെ എന്തോ സ്ഥലത്ത് വെച്ചിട്ട് അമ്പലത്തിൽ പോവാൻ കേട്ടോ. അമ്പലത്തിൽ പോണ സമയത്ത് ഈ അലോക് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അനു ഒറ്റയ്ക്കുള്ള സമയത്ത് അനുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അനു ഒറ്റയ്ക്ക് വീട്ടിലുള്ള സമയത്ത് അലോക് വരികയും, അനു നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീ എന്റെ കൂടെ ഇപ്പൊ ഇറങ്ങി വരണോന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പോഴാണ് നമ്മുടെ മീനാക്ഷി എടുത്തിട്ട് നമ്മുടെ അലോകിന്റെ തല തല്ലി പൊട്ടിച്ചിട്ട് അലോക് മരിച്ചു പോണത്, അതായത് അലോക് അവിടെ വീണ് പോണ ഭാഗങ്ങളൊക്കെ അപ്പോഴാട്ടോ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അലോകിന്റെ ഈ വിവാഹം മുടങ്ങുന്ന 100% ഉറപ്പാണ്. അതിന്റെ കാരണം ദേവി ആയതുകൊണ്ട് തന്നെ അലോകിന്റെ ഏറ്റവും കൂടുതൽ ദേഷ്യം ഇതിലിപ്പോ ദേവിയുടെ അടുത്താണ് കേട്ടോ. ദേവി അവള് വിചാരിക്കണ പോലെ അവള് കുറച്ച് വിളഞ്ഞ വിത്താണ് എന്നൊക്കെ അലോകും കൃഷ്ണമംഗലത്തുള്ളവരൊക്കെ പൊതുവെ ഇങ്ങനെ പറയുന്നുണ്ട്.
അത് മാത്രല്ല ദേവി അമ്മയടുത്ത് വിളിക്കുന്നുണ്ട് ഇന്ന് എപ്പിസോഡ് ലാസ്റ്റോട് കൂടി തന്നെ അമ്മേ. പക്ഷെ ശ്രീകല പറഞ്ഞിട്ട് നീ ട്രിപ്പിന്റെ കാര്യത്തിൽ പറയുന്നു അമ്മ വിചാരിക്കുന്ന പോലല്ല, ബാലച്ചൻ ഭയങ്കര ചൂടനാണമ്മേ. ബാലച്ചൻ ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടം എന്നെയാണ്. പക്ഷെ അമ്മ അങ്ങനെയല്ല, അമ്മക്ക് ഏറ്റവും ഇഷ്ടം മിത്രയെടുത്ത് മീനാക്ഷി അടുത്താണ്. പിന്നെ മിത്രയുടെ കുറച്ച് സ്നേഹം കൂടുതലാണ്, കാരണം ചേട്ടന്റെ മകളാണല്ലോ, അതൊരു സ്നേഹം മിത്രയെടുത്തുണ്ട്. പിന്നെ മീനാക്ഷിക്ക് നല്ല ജോലിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കും മീനാക്ഷിയുടെ അടുത്ത് തലയെ വെച്ചിരിക്കുന്നത്. എന്നെ മാത്രം അമ്മ ഒരു വിലയില്ലാതെന്ന് പറയാണ്. നീ വിഷമിക്കേണ്ടി മോളെ, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നൊക്കെ ശ്രീകല പറയാണ്. അങ്ങനെ ശ്രീകല ഒരു വെറുതെ ഒരു റോൾഡ് ഗോൾഡ് ആയിട്ടുള്ള മാലയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുവാട്ടോ. അവരുടെ വിചാരം പണം സ്വർണം കണ്ട ഗോമതി കണ്ണ് തള്ളി പോന്നിട്ട് അവർ അങ്ങനെയൊക്കെ വരുന്നത്. അങ്ങനെ വന്നതിന് ശേഷം നമ്മുടെ ഗോമതി അവിടെ ഉള്ള സമയത്ത് വന്നത്, ഇതാര് ശ്രീകലയോ, മോളെ ദേവി മോളെ, ദേ മോളുടെ അമ്മ വന്നിരിക്കണം, അമ്മേ എന്നൊക്കെ പറയാണ്. ഞാനേ മോൾക്ക് ഒന്ന് സിറ്റി വരെ പോയായിരുന്നു. അപ്പൊ അവിടെ ഒരു മാല കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ എന്റെ മോൾക്ക് അത് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയാണ്. ഓഹോ ആയിക്കോട്ടെ എന്ന് പറയുമ്പോഴേക്കും എവിടെയാ മാല എന്ന്. അപ്പൊ നമ്മുടെ ദേവിക്ക് കാര്യം മനസ്സിലായി, എന്തോ ഒരു റോൾഡ് ഗോൾഡ് പിന്നെയും പൊതിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടോ. അങ്ങനെ ദേവിക്ക് ആ മാല കൊടുക്കണം. ഇത് കൊള്ളാലോ എന്ന് പറയുമ്പോ നമ്മുടെ ഗോമതി പറയണ, ഇത് നല്ല ഡിസൈൻ ആണല്ലോ. വില ഒന്നും നോക്കില്ല ഗോമതി, 5 പവൻ റെഡി ക്യാഷ് അങ്ങോട്ട് കൊടുത്തു എന്ന് പറയണ. എന്തായാലും കൊള്ളാം. പക്ഷെ ഇത് ഇപ്പൊ മാലയുടെ ആവശ്യം ഉണ്ടായിരുന്നു, ദേവി മോളുടെ മാലയും വളയൊന്നും അവൾ ഇടാറേ ഇല്ല. അതിനിടക്ക് പിന്നെയും വാങ്ങിച്ചെടുത്താ. ഇത് ആർക്ക് വേണ്ടിയിട്ടാന്ന് ചോദിക്കുമ്പോ, സാരമില്ല, നമ്മൾ ഈ അധ്വാനിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഗോമതി, അതുകൊണ്ട് കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ അതിന്റെ മോൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തേ ഉള്ളൂ. ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഗോമതി അകത്ത് പോവാണ്. ദേവി പറയണ്ട, അമ്മ എന്തിനാ അമ്മ റോളുകളും പൊതിനോണ്ട് ഇങ്ങോട്ട് വന്നത്? എടി നിനക്കൊരു വില തരാൻ വേണ്ടിയിട്ടാണ്. അമ്മ ഇവിടെ സ്വർണത്തിനും പണത്തിനും ഒന്നും അല്ല വില, അവരുടെ മനസ്സിലെങ്ങനെ ഇടിച്ചു കയറിയേ പറ്റും. നമുക്കൊരു കാര്യം ചെയ്യാം, മിത്രയുടെ കൂടുതൽ സ്നേഹം, അവൾ ഒരു കള്ളിയാക്കാൻ വേണ്ടി നോക്കിയാലോ? അമ്മ എന്തൊക്കെയാണ് പറയണത്? അതൊന്നും പറ്റില്ല. നോക്കൊക്കെ, ഈ വീട്ടിലുള്ള ആൾക്കാരെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടവരാ, എന്റെ പ്രിയപ്പെട്ടവരാ. ഈ മിത്ര മീനാക്ഷി എന്ന് പറയുന്നത് എന്റെ വിദ്യേനെ പോലെ തന്നെയാ. പിന്നെ അവിടുത്തെ കുറച്ച് സ്നേഹക്കൂടുതൽ കാണിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ദേഷ്യം ഉണ്ടെങ്കിലും എനിക്ക് അവരെയൊക്കെ വലിയ കാര്യം തന്നെയാ. ഇടി മോളെ, എല്ലാം ഞാൻ നോക്കിക്കോളാം, നീ മിണ്ടാതിരിക്കും എന്ന് പറയണം. അപ്പൊ ശ്രീകയുടെ പ്ലാൻ വേറൊന്നുമല്ല, ഗോമതിയുടെ നല്ല വിലയുള്ള നല്ല അടിപൊളി മാല അവിടെ നിന്ന് മോഷ്ടിക്കുക. അതിനുശേഷം ആ ഒരു മോഷണ ശ്രമം മിത്രയുടെയോ മീനാക്ഷിയുടെ തലയിൽ ഇട്ട് വെക്കുക. കാരണം ദേവിക്ക് ഒരുപാട് പണവും സ്വർണവും ഒക്കെ ഉണ്ട്, അതിന്റെ ആവശ്യമില്ല എന്ന് അവർ വിചാരിച്ചോളൂ. ബാക്കി രണ്ടുപേരായിരിക്കും ഇതെടുത്തെന്ന് വിചാരിക്കുമല്ലോ. അല്ലെങ്കിൽ ആകാശിന്റെ തലയിലോ ആര്യന്റെ തലയിലോ ഇട്ടുവയ്ക്കാം. അതായിരുന്നു നമ്മുടെ ശ്രീകലയുടെ പ്ലാൻ കേട്ടോ. അങ്ങനെ സ്ത്രീകൾ അതുപോലെ ചെയ്യാൻ വേണ്ടി ചെയ്യാണ്. പക്ഷെ ഗോമതി കൈയോടെ പൊക്കുന്നുണ്ട്. അങ്ങനെ സ്ത്രീകളുടെ ആ ഒരു പ്ലാൻ നിന്ന് പോവാട്ടോ. അത് മാത്രമല്ല, ഗോമതിക്ക് മനസ്സിലായി സ്ത്രീകളെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന്. നമ്മുടെ ശ്രീദേവിക്ക് അവിടെ കുറച്ച് സ്ഥാനം കുറയുന്നുണ്ടോ എന്നൊരു സംശയം കൊണ്ടിട്ടാണ് വന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗോമതി പറയുന്നുണ്ട് ഇടക്ക് നമ്മുടെ സ്ത്രീകളുടെ അടുത്ത്, നോക്ക് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മനസ്സിലെ ആദ്യം കാര്യങ്ങളൊക്കെ. ദേവിമോളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പണവും സ്വർണവും ഒക്കെ ആയിട്ട് കെട്ടി വന്നത്. സാധാരണ അറേഞ്ച്ഡ് മാരേജ് നടത്തിയതൊക്കെ ദേവിമോളുടെ ആനന്ദിന്റെയാണ്. പക്ഷെ അവളുടെ എനിക്കൊരു സ്നേഹക്കുറവുണ്ടോന്ന് അവൾക്കൊരു സംശയമുണ്ട്. അത് തെറ്റിദ്ധാരണ മാത്രമാണ്. സ്ത്രീകളെ, എനിക്ക് എന്റെ 3 ആമക്കളും അവർ കെട്ടിക്കൊണ്ടുന്ന 3 പെൺമക്കളും ഒരുപോലെയാണ്. ഒരാള് ചെറുതോ ഒരാള് വലുതൊന്നുമില്ല, എന്റെ കയ്യിലെ വിരലുകൾ പോലെ തന്നെയാണ്. അതായത് ഒരെണ്ണത്തിന് ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുമല്ലോ, അത് തന്നെയാണല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു തെറ്റിദ്ധാരണ വേണ്ട എന്നൊക്കെ പറയും. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.